നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം. 3-2 അവർ ഇപ്സ്വിച്ച് ടൗണിനോട് വിജയിച്ചേറിയിരിക്കുന്നത്. പാട്രിക് ഡോൾഗു റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിട്ടും രണ്ടാം പകുതിയിൽ 10 പേരായിട്ട് കളിച്ചിട്ടും യുണൈറ്റഡ് ജയിച്ചു എന്നുള്ളത് ആശ്വാസകരം തന്നെ. പക്ഷേ ഇപ്സ്വിച്ച് ടൗണിനെ പോലൊരു ടീം മികച്ച രൂപത്തിൽ യുണൈറ്റഡിനെതിരെ പോരാടി എന്നുള്ളതും കാണാതിരിക്കാൻ വയ്യ. യുണൈറ്റഡിന് വേണ്ടി ഡിലൈറ്റും ഹാരി മഗ്വയറുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോൾ ഇപ്സ്വിച്ച് ടൗൺ താരം മോൾസിയുടെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി ജെയ്ഡൻ ഫിലോയൻ ഇരട്ട ഗോളുകളാണ് കണ്ടെത്തിയത്. 3-2. ഡോർഗുവിൻ്റെ റെഡ് കാർഡിനെ കുറിച്ച് റൂബൻ അമോറിം പറഞ്ഞത്, ഡോർഗു യഥാർത്ഥത്തിൽ പ്രീമിയർ ലീഗ് കളിക്കാൻ റെഡിയാണ്. അദ്ദേഹം അത് ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ള താരമാണ്. ഏത് താരത്തിനും മിസ്റ്റേക്ക് പറ്റാമല്ലോ, അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. അദ്ദേഹം ബോളിന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ബട്ട് മേ ബി അദ്ദേഹം ഒരല്പം കെയർലെസ് ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കോൺടാക്റ്റ് സംഭവിച്ചത്. റെഡ് കാർഡിന് ആ തരത്തിലേ താൻ കാണുന്നുള്ളൂ എന്ന് റൂബൻ അമോറിം പറയുന്നു. എന്തായാലും കളിയുടെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ ജെയ്ഡൻ ഫിലോനയിലൂടെ ഇപ്സ്വിച്ച് ടൗൺ ലീഡ് എടുത്തിരുന്നു. എന്നാൽ 22-ാമത്തെ മിനിറ്റിലെ ഓൺ ഗോൾ യുണൈറ്റഡിനെ ഒപ്പമെത്തിച്ചു. തുടർന്ന് 26-ാമത്തെ മിനിറ്റിൽ മാത്യൂസ് ഡിലീറ്റിൻ്റെ ഗോൾ യുണൈറ്റഡിന് ലീഡ് നേടിക്കൊടുത്തതാണ്. പക്ഷേ അതിനുശേഷം ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് ഡോർഗുവിന് റെഡ് കാർഡ് കിട്ടുന്നത്. ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഗോളും വന്നു. അങ്ങനെ 2-2 എന്ന രൂപത്തിൽ ഇടവേള സമയത്ത് മത്സരം സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് ഹാരി മഗ്വയർ യുണൈറ്റഡിൻ്റെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. ഏതായാലും മത്സരം 3-2 വിജയിച്ചു. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 27 കളികളിൽ നിന്ന് 33 പോയിൻ്റാണുള്ളത്. സ്റ്റിൽ അവർ പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ വളരെ താഴെയാണ്, 14-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.